മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഞ്ജു കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് കാണുമ്പോൾ കണ്ണന് ഒരുപാട് വിഷമം തോന്നുകയാണ് കേട്ടോ. കണ്ണന് ഒന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല. കാരണം സാഗറിനെയാണ് അവൾ കല്യാണം കഴിച്ചിരിക്കുന്നത്. സാഗറും മഹാലക്ഷ്മിയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്ത് ചെയ്യും എന്നുള്ള ധർമ്മസങ്കടത്തിലാണ് മഞ്ജു. നീ പോയിക്കോ എന്ന് പറയണം കേട്ടോ. അതിനുശേഷം അത് പറയുന്നത് കേൾക്കേണ്ട താമസം ഉണ്ണിയും കരുണയും കൂടി പറയും. ഇങ്ങേർക്കിനിപ്പോൾ ഭയങ്കര സിമ്പതിയാണ്. ഇങ്ങേരിപ്പോൾ വേണമെങ്കിൽ പോയിട്ട് അയാളെ ഇറക്കിയതിന് ശേഷം അവർ രണ്ടുപേരെയും ഇവിടെ കൊണ്ടുവന്ന് താമസിക്കും. ഞങ്ങൾ എന്തായാലും അവൻ ഈ വീട്ടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഞങ്ങൾ കയറില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ കണ്ണൻ പറയും, എടാ ആ പോയതേ നിൻ്റെയും കൂടെ പെങ്ങളാണ് എന്ന് പറയും. അതിനുശേഷം അവർ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. അതേസമയം വാമദേവനെ ആശുപത്രിയിൽ ഡിസ്ചാർജ് ആയിട്ട് വരികയാണ് കേട്ടോ. വാമദേവൻ ആകെ മൊത്തം അറിഞ്ഞു സാഗറിൻ്റെ കൂടെ പോയിരിക്കുന്നത്. തനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലാണല്ലോ എന്ന് പറയണം കേട്ടോ. തൻ്റെ മോൻ എന്ത് ചെയ്യും എന്നുള്ളതാണ്. എങ്ങനെയും മഞ്ജുവിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണം, അതാണ് വാമദേവൻ്റെ ചിന്ത. അങ്ങനെ ഡിസ്ചാർജ് ആയിട്ട് അവർ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അതേസമയം മാർക്കോ മാനസയെ കാണുകയാണ്. മാനസയെ കണ്ടിട്ട് പറയാണ്, നീ എന്തായാലും സാഗറെ കേസ് കൊടുത്തിരിക്കണം. ആ കേസിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നീ മാത്രമേ വിചാരിക്കാൻ പറ്റുള്ളൂ. കാരണം നീ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സാഗർ നിഷ്പ്രയാസം ഊരി വരും. അതുകൊണ്ട് മേഘനാഥൻ നിന്നെ ഇല്ലാതാക്കും, അത് ഉറപ്പായ കാര്യമാണ്. നിനക്കും കുഞ്ഞിനും ജീവിതനോടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നീ പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് ചെയ്യണം എന്ന് മാർക്കോ പറയണം കേട്ടോ. മാർക്കോയ്ക്ക് അറിയാം അവസാന വഴി ഇത് മാത്രമാണെന്ന്. അങ്ങനെ സാഗറെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. മാർക്ക് എന്തായാലും മാനസയോട് പോയി പറയുകയാണ്. മാനസ അങ്ങനെ ഒരു അഡ്വക്കേറ്റിനെയൊക്കെ കണ്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചതിന് ശേഷം സാഗർ മഞ്ജുവിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് കേട്ടോ. മാർക്കോ സാഗറെ കൊണ്ടുവന്ന് മഞ്ജുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് കേട്ടോ. ഇനി നീ ഇവനെ നന്നായി നോക്കണം എന്ന് പറയണം, നിന്നെ ഒരിക്കലും അവൻ ചതിക്കില്ല എന്ന് പറഞ്ഞിട്ട് മഞ്ജുവും സാഗറും കൂടി കൈകോർത്ത് പിടിച്ചിട്ട് വരികയാണ്. അതേസമയം മഹാലക്ഷ്മിയും കണ്ണനും കൂടി ഒരു കാര്യം തീരുമാനിക്കുകയാണ്. എന്തായാലും ശരി, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. എൻ്റെ പെങ്ങളെ അവൻ വേദനിപ്പിച്ചതിനും അവൾ ഒരുപാട് കണ്ണീര്, അവൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കരഞ്ഞ് ഞാൻ കണ്ടിരിക്കുന്നത്. അവൾ കുഞ്ഞുനാൾ മുതലേ അവനെ സ്നേഹിച്ചതാണ്. അതിനൊരു ശിക്ഷയാണ് അവൻ കൊടുത്തത്. എന്തായാലും മഹി അവനൊരു ശിക്ഷ കൊടുത്തേ തീരുള്ളൂ എന്നിങ്ങനെ പറയണ്ട. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മിയും പറയുന്നുണ്ട്, അവനെ പല പ്രാവശ്യം നമ്മളെ ശിക്ഷിച്ചു, പക്ഷെ നമ്മൾ തിരിച്ചൊന്നും കൊടുത്തില്ല. എന്തായാലും വേണം കണ്ണേട്ട എന്ന് പറയണം കേട്ടോ. അതിനുശേഷം കണ്ണൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യണം മേഘനാഥനെതിരെ. മേഘനാഥൻ അങ്ങനെ ഭയങ്കര ഇതിൽ പോവുകയാണ് കേട്ടോ. റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ പോലീസുകാരെ അറസ്റ്റ് ചെയ്യണം. പോലീസുകാരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം കേരള ജീപ്പിലോട്ട് എന്ന് പറഞ്ഞതിന് ശേഷം ജീപ്പിലോട്ട് കയറ്റി എന്തിനാ സാറേ എന്തിനാണെന്നുള്ളത് ഞങ്ങൾ അവിടെ പോയിട്ട് പറയാം. മേഘനാഥൻ കയറാൻ ഭയങ്കരമായിട്ട് മടിക്കുകയാണ് കേട്ടോ. പിന്നീട് പോലീസുകാർ ഉന്തിത്തള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. എത്തിച്ച് സെല്ലിലിങ്ങനെ അടയ്ക്കുകയാണ് കേട്ടോ. സെല്ലിലിങ്ങനെ കിടന്നിട്ട് മേഘനാഥൻ ആകെ ചിന്തിക്കുകയാണ്, എന്ത് ചെയ്യണം എന്നറിയാതെ താൻ എന്ത് ചെയ്തു, ആരാണ് ഇപ്പം ഇതിൻ്റെ പിന്നിൽ എന്ന് അറിയണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം മേഘനാഥൻ സെല്ലിലിങ്ങനെ ആലോചിച്ച് കിടക്കുമ്പോൾ മാർക്കോ ഇങ്ങനെ പുറത്ത് വരികയാണ്. മാർക്കോ ഇങ്ങനെ പുറത്ത് വന്നിട്ട് മേഘനാഥനെ നോക്കി ചിരിക്കുകയാണ്. ഇപ്പം എങ്ങനെ ഉണ്ടടാ നീ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അതേസമയം മേഘനാഥന് മാർക്കോയെ അടിച്ചു കൊല്ലാനുള്ള ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ്. ഇന്ന് എന്തായാലും മഹാ എപ്പിസോഡാണ്. നമുക്ക് എല്ലാവർക്കും മഹാ എപ്പിസോഡ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം.